ലൈഫ് മിഷൻ്റെ പ്രവർത്തനം 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേട്ട ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. പ്രഖ്യാപനം നടത്തിയത് അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു മുന്നണിയുടെ സമുന്നതനായ നേതാവായിരുന്നു. അത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ 4,70,000-ഓളം വീടുകൾ ഇപ്പോൾ നമുക്ക് പൂർത്തിയാക്കാനായത് 2021 നിങ്ങൾ തന്നെ തുടരൂ എന്ന് LDF-നോട് ജനങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലായിരുന്നെങ്കിൽ അത് ഇടക്ക് വെച്ച് അവസാനിപ്പിക്കുമായിരുന്നു. നമ്മുടെ സംസ്ഥാനം വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള ജീവന നിലവാരത്തിലേക്ക് ഉയർത്തുക, വികസിത രാജ്യങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവന നിലവാര തോതിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തുക, ഇതാണ് നവകേരള നിർമ്മിതിയുടെ സുപ്രധാന ലക്ഷ്യമായി നാം കണ്ടത്. എന്നാൽ ഇപ്പോൾ നമുക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, ആ ലക്ഷ്യം ഏറെയൊന്നും അകലെയല്ല എന്നത്. കേരളത്തിലെ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിലയിലാണ് നിൽക്കുന്നത്. ഈ കുറവ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മാത്രമല്ല, ഇവിടെ ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധം എന്ന് കണക്കാക്കുന്ന അമേരിക്കയിലെ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും എടുത്താൽ അതിനേക്കാളും കുറഞ്ഞ നിരക്കാണ് നമ്മുടെ കേരളത്തിന് നേടാനായിട്ടുള്ളത്.